ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേർണി. ഇന്ന് ഞാൻ ടോപ്പിക്കൊന്നും വയ്ക്കാതെ റീഡിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പോകെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതൊക്കെ. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങളുടെ മനസ്സിലുള്ള എന്തായാലും ഒരു ചോദ്യത്തിനുള്ള ഉത്തരം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ എന്തോ ഒരു ചോദ്യം അത് ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഈ റീഡിങ്ങിൽ ഉറപ്പായിട്ടും വരും. ഇവിടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഒരു എലോൺ ആയിട്ടിരിക്കുന്ന ഒരു സമയം. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒന്നും ദൂരത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാകുമോ, ഇനി എൻ്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവത്തില്ല എന്ന് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്. കാരണം പ്രതീക്ഷയുടെ ഒരു കിരണം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്നുള്ള തോന്നലാണ് നിങ്ങൾക്ക്. വയ്യ, എന്നെക്കൊണ്ട് വയ്യ, ഇനി സഹിക്കാൻ ഒരു രീതിയിലും എനിക്ക് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കരമായിട്ടൊരു നിരാശാഭാവം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇനി എനിക്ക് വയ്യ, എല്ലാം കൊണ്ടും ഞാൻ തോറ്റുപോയി എന്നുള്ള ഭാവം. അതായത് എത്ര തന്നെ ശ്രമിച്ചിട്ടും വീണ്ടും പരാജയമാണ് ലഭിക്കുന്നത്, വിജയം ലഭിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു പരിണാമം എപ്പോഴും ശൂന്യത്തിൽ പോകുന്നു. എത്ര തന്നെ ശ്രമിച്ചിട്ടും ബലം ശൂന്യം. ഒരു ഗ്രോത്തോ ഒരു വിജയമോ ഒന്നും തന്നെ കിട്ടുന്നില്ല. ഇവിടെ ഒരു വ്യക്തിക്ക് നേരിട്ട് നോക്കുമ്പോൾ അവർക്ക് വിഷമമാണ് വരുന്നത്, അല്ലാതെ ഒരു സ്കോപ്പ്, ആ ഒരു പ്രതീക്ഷയുടെ കിരണം അത് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു വാതിൽ ഇങ്ങനെ വന്നൊക്കെയാണ്. ആ വാതിലിനെ പൊട്ടിച്ച് പുറത്ത് വരാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല. ആ ഒരു വാതിൽ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നും പോസിബിൾ അല്ല എന്നുള്ള നിരാശാഭാവത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും പിറകിലായിപ്പോയി. നിങ്ങൾക്ക് പക്ഷേ അവരെയും കാട്ടി ഒത്തിരി ബുദ്ധിയും അറിവുമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എനിക്കെന്താ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയ ഇല്ലേ, എനിക്കെന്താ ഒരു കഴിവില്ലേ, അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ഇവിടെ പല ആൾക്കാരുടെയും ആ ഒരു ഭാഗ്യം അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. പക്ഷേ നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല. അതായത് എത്ര ബുദ്ധി ഉണ്ടായിട്ടും എത്ര അറിവുണ്ടായിട്ടും അവർക്ക് ആ ഒരു അറിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ഒരു പ്രയോജനമില്ല. പക്ഷേ അത് അത്ര പോലും ഇല്ലാത്ത ആൾക്കാർ സമൂഹത്തിൽ ഉന്നതരായി മാറുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി, ഈ ജന്മം കൊണ്ട് എനിക്കൊരു പ്രയോജനം ഇല്ലല്ലോ ദൈവമേ എന്നുള്ള രീതിയിൽ അവർ ഭയങ്കരമായിട്ട് അങ്ങ് വിഷമിക്കും. ഇവിടെ ഭാഗ്യം എപ്പോഴും ഇവരെ സ്റ്റക്കാക്കുകയാണ്. വീണ്ടും എന്തെങ്കിലും കാര്യത്തിന് ശ്രമിക്കാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും തടസ്സം വന്നിട്ട് ഇവരുടെ ഭാഗ്യം ഇവരെ സപ്പോർട്ട് ചെയ്യാതെ പോകുന്നു. ചിലപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് ജോബിൽ എക്സാം ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ ലാസ്റ്റ് പോയിൻ്റ് വരുമ്പോഴായിരിക്കും നിങ്ങൾക്കത് കിട്ടാതെ പോകുന്നത്. അതായത് നിങ്ങൾ ചിന്തിക്കുക, ഇനി എനിക്ക് ലൈഫിൽ സ്റ്റേബിളാണ്, ഒരു പരാജയവുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്തായിരിക്കും എന്തെങ്കിലും രീതിയിലുള്ള ഒരു പരാജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ആ ഒരു ഭാവം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ട് നിരാശരായിരിക്കുന്ന ആ ഒരു ഭാവമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 2026 മാർച്ച് ആയപ്പോൾ തൊട്ട് നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് കഴിഞ്ഞു പോയ ആ ഒരു സമയം അനുസരിച്ച് ബെറ്റർ ആയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു അതേപോലെയാണ് ഈ മാർച്ചിൽ. കുറച്ച് ബെറ്റർ ആയില്ലേ, നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ അത്? അതോ കഴിഞ്ഞ മാർച്ചിനെയും കാട്ടി കുറച്ചും കൂടെ മോശമായോ നിങ്ങളുടെ അവസ്ഥ? ഇനി ഒരു ജൂൺ മാസം വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് ജൂൺ മാസം കൊണ്ടുവരും. ഇവിടെ ഒരു കാര്യം മോശമാക്കാൻ സമയം ഒട്ടും വേണ്ട, പക്ഷേ മോശമായ കാര്യം നേരെയാക്കാൻ കുറച്ച് സമയം വേണം. ഇവിടെ നിങ്ങളുടെ ആ ഒരു മനസ്സിൽ ഒത്തിരി മുറിവുകളുണ്ട്. ആ മുറിവുകൾ ഉണക്കാൻ കുറച്ച് സമയം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മോശമാകുവാൻ സമയം വേണ്ടി വന്നില്ല, പക്ഷേ ആ ഒരു മുറിവ് ഉണക്കാൻ കുറച്ച് സമയം വേണ്ടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും റീകവറി സ്റ്റാർട്ടായിട്ടുണ്ട്, എല്ലാം നേരെയാവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു ഫീലിംഗ് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ചില സമയം നിങ്ങൾക്ക് സൈൻ കിട്ടുമായിരുന്നു. ആ സൈൻ അനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ അടുത്ത് എന്താണോ വരാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നല്ല ഒരു സൈനും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. പുറത്ത് പോയാലും വീട്ടിൽ ഇരുന്നാലും സൈനൊന്നും ലഭിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഡ്രീമും അങ്ങനെ ഉള്ളതായിരിക്കും വന്നത്. നിങ്ങളുടെ കുടുംബം റിലേറ്റഡ് ആയിട്ട് മോശം രീതിയിലുള്ള ഡ്രീമായിരിക്കാം നിങ്ങൾ കണ്ടത്.
ഇവിടെ നെഗറ്റിവിറ്റിയുടെ കൂടെ വീണ്ടും ഒരു നെഗറ്റിവിറ്റി കണക്റ്റ് ആകുന്നത് പോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് തോട്ട്സ് വരുന്നത് നെഗറ്റീവാണ്, അതിൻ്റെ ഇടയിൽ കൂടെ സ്വപ്നവും ഇങ്ങനെ നെഗറ്റീവ് വന്നപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അതായത് ഒരു ദിവസം മുഴുവൻ നെഗറ്റീവാക്കാൻ നിങ്ങൾ ഇത് മതി. അതായത് സ്വപ്നം നെഗറ്റീവായിട്ട് കാണുമ്പോൾ പിന്നെ അന്നത്തെ ദിവസം പിന്നെ നിങ്ങൾ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത് ഇത്ര മാത്രമാണ്. അതായത് നിങ്ങൾക്ക് ഇലൂഷൻ ക്രിയേറ്റ് ആവുന്ന രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യമായിക്കൊള്ളട്ടെ അവിടെ നിങ്ങൾ കൂടുതലായിട്ട് എനർജി കൊടുക്കാൻ പോവരുത്. അതായത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കാൻ പോവരുത്. നിങ്ങളുടെ ഇലൂഷനാണ്, നിങ്ങളുടെ ഭ്രമമാണെന്ന് വിചാരിച്ച് അത് ഞങ്ങൾ റിലീസാക്കി കളയുക. ഇവിടെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം നല്ലതുപോലെ ചെയ്യുക. ഇവിടെ പ്രകൃതി നിങ്ങളുടെ ആ ഒരു റിക്കവറി സ്റ്റാർട്ടാക്കി കഴിഞ്ഞു. പക്ഷേ നിങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ ഒരു റിക്കവറിക്ക് വേണ്ടി എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം കൂടെ ചെയ്യണം നിങ്ങൾ. നമ്മുടെ ആ ഒരു ശ്രമം കൊണ്ട് ചിലപ്പോൾ 2 ദിവസം കൊണ്ട് മാറേണ്ട ആ ഒരു സമയം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് മാറുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ശ്രമങ്ങൾ ചെയ്യാതെ ഒന്നും നടക്കത്തില്ല. നമ്മൾ പരിശ്രമിക്കുക, എത്ര തന്നെ ശ്രമങ്ങൾ വിഫലമായാലും വീണ്ടും വീണ്ടും പരിശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായിട്ടുള്ള ഇത് എപ്പോഴും നല്ലതായിട്ട് വയ്ക്കുക. കാരണം വരാൻ പോകുന്ന ആ ഒരു സന്തോഷത്തെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കണം. അതിനു വേണ്ടിയാണ് നിങ്ങൾ നെഗറ്റിവിറ്റി വയ്ക്കാതെ പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാൻ പറയുന്നത്. ഇവിടെ ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് ഈ സമയത്തിൻ്റെ ആ ഒരു ഫേവർനെസ് ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം സമയം നിങ്ങൾക്ക് ഫേവറായിട്ടാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇവിടെ ലിബ്രയുടെ എനർജി, ശംഖിൻ്റെ ആ ഒരു സ്വരം കേൾക്കുക, ശംഖ് കാണുക, വിക്ടറിയുടെ ആ ഒരു സൈൻ, ഇൻഫിനിറ്റിയുടെ സൈൻ, ഇതെല്ലാം നിങ്ങൾക്ക് വിജയം തരാൻ പോകുന്ന സൈനുകളാണ്. അപ്പോൾ നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. ഇപ്പോഴത്തെ അവസ്ഥ എന്തായിക്കൊള്ളട്ടെ, സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് വരാൻ പോവുകയാണ്. ഇവിടെ എൻ്റെ റീഡിങ്ങിലും മാത്രമല്ല പല ടാരോ റീഡിങ്ങിലും നിങ്ങളുടെ സമയം നല്ലതാവാൻ പോവുകയാണ്, ഗോൾഡൻ ടൈം തുടങ്ങാൻ പോവുകയാണ്, അങ്ങനെ റീഡിങ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നമ്പർ 6 ആയിരിക്കും. പക്ഷേ ഈ ഒരു 6 നമ്പർ 9ലേക്ക് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി 9 നമ്പറാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് 6ലേക്ക് മാറും. എന്തായാലും 2 നമ്പറും നിങ്ങൾക്ക് വിക്ടറി, സമയത്തിൻ്റെ ആ ഒരു ഫേവർ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടുള്ള ആ ഒരു ഇതാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ദുഃഖത്തിലാണ് എങ്കിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് ഉറപ്പായിട്ടും റെസൊണേറ്റ് ആകും. നെക്സ്റ്റ് സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നതാണ്. ഈ ഒരു എനർജി ചേഞ്ച് ആക്കിയിട്ട് നിങ്ങൾക്ക് വിക്ടറി തരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഒരു നിമിഷം മതി ജീവിതം മാറാൻ. അത് നിങ്ങൾ മനസ്സിലാക്കി. എപ്പോഴാണ് നമ്മുടെ ഭാഗ്യം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അറിയാൻ സാധിക്കത്തില്ല. ഇവിടെ സമയം നിങ്ങളെ സപ്പോർട്ട് ചെയ്താൽ പിന്നെ എന്താ പറയാനുള്ളത്? ഈ ലോകം തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തുല്യമാണ് സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് വരുമ്പോൾ. അതായത് ഫസ്റ്റ് പറഞ്ഞ എനർജി എവിടെ, ഇപ്പോൾ പറഞ്ഞ എനർജി എവിടെ, അങ്ങനെയാണ്. അതായത് ഫസ്റ്റ് പറഞ്ഞ എനർജിയിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞ എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നിങ്ങളുടെ ലൈഫിൽ 2 ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് സമയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചു, എന്തിനാണ് ഈ ജീവിതം എന്ന് വരെ തോന്നിപ്പോയ അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് വിക്ടറി ആണ് ലഭിക്കാൻ പോകുന്നത്. കൂടാതെ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതെല്ലാം പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നതുമായിരിക്കും. ഇവിടെ സമയം ഇവിടെ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഓരോ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഇവിടെ എനർജി പറയുകയാണെങ്കിൽ ഒരു ഗോൾഡൻ ടൈമിൻ്റെ എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഗോൾഡൻ ടൈം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ടൈം, നിങ്ങൾക്ക് ആ ഒരു ടൈം ആവശ്യമുള്ളതാണ്. ആ ഒരു ടൈം വന്നെത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു സമയത്തിൻ്റെ ആ ഒരു കൽപ്പന നിങ്ങൾ ചെയ്തിട്ട് പോലുമില്ല. നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുമോ, ഞാൻ ഈ ഒരു സമയം ഡിസർവ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിച്ചത്. പക്ഷേ നിങ്ങൾ ആ ഒരു സമയം ഡിസർവ് ചെയ്യുന്നു. നിങ്ങളുടെ ഭാഗ്യത്തിൽ ഇങ്ങനൊരു സമയം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു സമയം നിങ്ങളുടെ അടുത്ത് വരുന്നത്. ഇവിടെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഗൈഡൻസ് ആയിട്ട് ഇതെടുത്തോളൂ. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു സമയമാകുന്ന ക്ലോക്ക് ആർക്കും ഗിഫ്റ്റായിട്ട് കൊടുക്കരുത്. വാച്ചായിക്കൊള്ളട്ടെ, ക്ലോക്ക് ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുക്കരുത്. ആനിവേഴ്സറിക്ക്, പാല് കാച്ചിന്, അല്ലെങ്കിൽ കല്യാണത്തിന് ഒക്കെ നിങ്ങൾ ഗിഫ്റ്റായിട്ട് ക്ലോക്കോ അല്ലെങ്കിൽ വാച്ചോ കൊടുക്കുക. അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ലെന്നാണ് ഈ വർഷത്തെ ഗൈഡൻസ് പറയുന്നത്.
ചിലപ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നൽ വരികയാണ്, അവരുടെ ആനിവേഴ്സറിക്ക് വാച്ച് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കല്യാണത്തിന് ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ പാലുകാച്ചി ക്ലോക്ക് വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ തോന്നൽ വരുന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ തന്നെ മാറ്റുക. അങ്ങനെ അതല്ലാതെ വേറെ എന്ത് വേണോ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഇവിടെ കൊടുക്കാം, ഗിഫ്റ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഹൃദയത്തിൽ അത്രമാത്രം നിങ്ങൾ സ്ഥാനം കൊടുക്കുന്ന ആൾക്കാർ, ലോയലായിട്ടുള്ള ആൾക്കാർ, നിങ്ങൾക്ക് തോന്നുന്ന ആത്മാർത്ഥമായിട്ടുള്ള ആളാണിത് എന്ന് അങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് കൊടുക്കുക. അല്ലാതെ മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കാൻ പോവരുത്. ഇവിടെ ഈ ഒരു വർഷം മാത്രം ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. ഈ ഒരു വർഷം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ബ്ലാക്ക് കാറ്റും വൈറ്റ് കാറ്റിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ നിറത്തിലുള്ള കാറ്റ് നിങ്ങളുടെ വീട്ടിൽ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ വൈറ്റും ബ്ലാക്കും കൂടെ ചേർന്ന ഒരു കളറുണ്ടല്ലോ, ഒരുമാതിരി ഗ്രേ കളർ പോലത്തെ കാറ്റ്, അത് ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടായിരിക്കാം. ഇവിടെ ഈ ഒരു സൈൻ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള സൈനാണ്. അതായത് ഈ ഒരു സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കത്തില്ല. അതിലോട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ചില കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൂടുതലായിട്ട് പോകും. അതായത് നിങ്ങളിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ആ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നം റിലേറ്റഡുള്ള കാര്യങ്ങളായിരിക്കും അത് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്തിനാണ് എനിക്കിങ്ങനെ സ്വപ്നം കാണിച്ചു തന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം, അങ്ങനെ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കും. ഇവിടെ നിങ്ങളുടെ മുന്നിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാറ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് ഒരു ടാർഗറ്റ് ഫിക്സ് ആക്കിയാൽ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവർ അതിൻ്റെ പിറകിൽ നിന്ന് പോവത്തില്ല. അതേപോലെയാണ് നിങ്ങളുടെ എനർജി. എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ആഴത്തിൽ നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ ആൾക്കാരുടെ ആ ഒരു സ്വഭാവത്തെ ഒബ്സർവ് ചെയ്യും. കൂടാതെ റിയാക്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും നിങ്ങൾ. അതായത് നിങ്ങൾ പതുക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കും ആൾക്കാർ നിങ്ങളോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്ന്. ആൾക്കാരോട് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള പെരുമാറ്റമാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു ഊർജ്ജം ക്രിയേറ്റ് ആവും. നിങ്ങളുടെ ലൈഫിൽ തന്നെ ബാലൻസ് വരുന്ന രീതിയിലുള്ള ഒരു ഊർജ്ജം. എവിടെയാണോ നിങ്ങൾക്ക് ദേഷ്യപ്പെടേണ്ടത് അവിടെ മാത്രം നിങ്ങൾ ദേഷ്യപ്പെടും. എവിടെയാണോ നിങ്ങൾക്ക് സോഫ്റ്റ് ആവേണ്ടത് അവിടെ നിങ്ങൾ സോഫ്റ്റ് ആവുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആരെയെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവരെ തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്ന്. അങ്ങനൊരു അറിവ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എല്ലാ സിറ്റുവേഷനിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ മുന്നിൽ മറഞ്ഞിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് ഓർ വൈറ്റ് കോമ്പിനേഷനുള്ള കാറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും അങ്ങനെ വിചാരിക്കരുത്, ഇനി എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് ലഭിക്കത്തില്ല എന്ന്. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്, ലഭിക്കും. ഇവിടെ ചില സമയം നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരമുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളത് ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ ബ്ലാക്ക് ഓർ വൈറ്റ് കോമ്പിനേഷനിലോ അല്ലെങ്കിൽ ഈ രണ്ട് നിറത്തിലുള്ള കാറ്റോ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പല ചോദ്യത്തിനുമുള്ള ഉത്തരം നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നിങ്ങൾ ചോദിക്കുകയാണ് എൻ്റെ ചക്രാസ് നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടാണോ ഇപ്പോൾ ഉള്ളത് അതോ ബ്ലോക്കേജ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടും അതിനുള്ള ഉത്തരം കണ്ടിട്ടും നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതെൻ്റെ ഇലൂഷനാണ് എന്ന്. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക കുറച്ചും കൂടെ. ഈ ഒരു സമയം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ആര് റിലേറ്റഡ് ആയിട്ടാണോ സംശയമുള്ളത് അവർ റിലേറ്റഡുള്ള ആ സംശയം മാറി കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ഇലൂഷൻ മാറുമ്പോഴാണ് ആ വ്യക്തിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നതും ആ വ്യക്തിയുടെ ആ ഒരു ലൈഫിൽ ബാലൻസ് വരികയും ചെയ്യുന്നത്. ഇവിടെ ഒരു ഗോൾഡൻ ടൈം എന്ന് പറയുന്ന ഇതിനെയാണ്. അതായത് നിങ്ങളുടെ ലൈഫിലൊരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നു. അതായത് അഴുക്ക കാര്യങ്ങളെല്ലാം മാറ്റി ലൈഫ് ഒന്ന് പ്യുവറാക്കുന്നു. അതായത് നിങ്ങൾ എന്താണോ ഡിസർവ് ചെയ്യുന്ന ആ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്ഥിരമായിട്ട് കാണും. നിങ്ങൾ എന്താണോ ഡിസർവ് ചെയ്യാത്ത ആ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവുകയും ചെയ്യും.
ഇവിടെ നമ്മുടെ ലൈഫിൽ രീതിയിലുള്ള ആൾക്കാരുണ്ട്. അതായത് ഒരാൾക്കാരെന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ എന്തൊക്കെ മോശം സംഭവിച്ചോ അതിനെയെല്ലാം എങ്ങനെയെങ്കിലും മാറ്റി റീകവറി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതായത് അയ്യോ എന്തായാലും സംഭവിച്ചു. ഇനി നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അതിലൊരു മാറ്റം നമ്മൾ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന് ചിന്തിച്ച് അതിലൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇനി രണ്ടാമത്തെ കൂട്ടർ എങ്ങനെയെന്ന് വെച്ചാൽ അവർ അവരുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവരുടെ ലൈഫ് വീണ്ടും മോശം അവസ്ഥയിലേക്ക് തന്നെ പോകും. അതവർ മനസ്സിലാക്കുന്നില്ല. ഇവിടെ ചില ആൾക്കാർ ഇങ്ങനെയാണ്, തിരികെ വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വരാൻ ആഗ്രഹിക്കുകയാണ്. അവർ ചെയ്ത ആ ഒരു തെറ്റുകൾക്കെല്ലാം മാപ്പ് ചോദിച്ചിട്ട് വീണ്ടും നിങ്ങളുമായിട്ടൊരു ബന്ധം നല്ല രീതിയിൽ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ റിസീവ് ചെയ്യുക. കാരണം അവർ അത്രമാത്രം പശ്ചാത്തപിച്ചിട്ടാണ് വരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തി ഹൃദയം കൊണ്ട് നമ്മളോട് മാപ്പ് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുത്ത് അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും കയറ്റുക. ഇവിടെ നിങ്ങളുടെ ബുദ്ധിയിൽ ഇത് മാത്രം വയ്ക്കുക. അതായത് സമയമാണ്, ഒരു വ്യക്തി മോശം സമയം വന്നപ്പോൾ നിങ്ങളോട് മോശം ചെയ്തു, നല്ല സമയം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് മോശമാണ് എന്ന്, അങ്ങനെ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. സമയം എപ്പോൾ വേണോ മാറാം, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു വ്യക്തി ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വരുത്തണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സമ്മതിക്കുക. അപ്പോൾ പാസ്റ്റിലെ എന്ത് ബാഗേജാണോ ഉള്ളത് അതിന് നിങ്ങൾ ഫ്രീ ആക്കാനാണ് ഈശോ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ റിലീസായി പോകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിന്ന്. അതായത് ഏത് കാര്യമാണോ നിങ്ങൾക്ക് ഡിസർവ് ചെയ്യാത്തത് ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് റിലീസായി പോകും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എപ്പോഴാണോ നെഗറ്റിവിറ്റി റിലീസാവുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് വരുന്നത്. ഇവിടെ പ്രകൃതി, ഈ ഒരു ലോകം തന്നെ നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്സിൽ സന്തോഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സന്തോഷം ലഭിക്കുന്നതാണ്. അതായത് ഈ ഒരു സന്തോഷം മുന്നേ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതാണ്, വീണ്ടും ആ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു ലൈഫ് നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം തരുവാൻ പോവുകയാണ്, നിങ്ങൾക്ക് വീണ്ടും സന്തോഷിക്കാൻ വേണ്ടിയുള്ള. ഇവിടെ ഇത്രമാത്രം നിങ്ങൾ ഹൃദയം കൊണ്ട് സന്തോഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിച്ചതിന് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കൂടെ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തിനോട് നന്ദി പറയുന്നതായിട്ട്, ദൈവമേ ഞാൻ ഒത്തിരി ഉപായങ്ങൾ ചെയ്തു, അപ്പോഴൊന്നും എനിക്ക് ഈ ഒരു കാര്യത്തിലൊരു ഇത് കിട്ടിയില്ല, പക്ഷേ ഇപ്പോൾ ദൈവം എന്നോട് കരുണ കാണിച്ചു എന്നുള്ള രീതിയിൽ ദൈവത്തിനോട് നിങ്ങൾ നന്ദി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാകുന്നിട്ട് ഹാപ്പിനെസ്സിൻ്റെ ഒരു സൈൻ ഇനി വരാൻ പോകുന്ന ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വളരെ നല്ലൊരു ലൈഫ് നിങ്ങൾ ജീവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പൂർണ്ണതയായിട്ടുള്ള ഒരു ഭാവം നിങ്ങളിൽ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കേവലം ഈ ഒരു ജീവിതം എനിക്ക് ദുഃഖം മാത്രമാണ് തന്നത്, ഇനിയിപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം ലഭിക്കാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു ഭാവം നിങ്ങളിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, ഒരു പൂർണ്ണത ആയിട്ടുള്ള ഭാവം. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഡ്രീംസ്, നിങ്ങളുടെ ആ ഒരു സ്വപ്നം എന്താണോ അതിനെ കൂടുതലായിട്ട് എൻകറേജ് നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സിറ്റുവേഷൻസ് അങ്ങനെ ക്രിയേറ്റ് ആകുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്വപ്നത്തെ കൂടുതലായിട്ട് സാധ്യമാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിലെത്തണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങൊരു തോന്നലുണ്ടാകും എനിക്കെൻ്റെ സ്വപ്നം നേടണം എന്നുള്ള. അപ്പോൾ ഈ ഒരു പ്രകൃതിയുടെ ആ ഒരു പൂർണ്ണമായുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എല്ലാ കാര്യത്തിനും. അപ്പോൾ പ്രകൃതിയുടെ ആ ഒരു ന്യായം, നിങ്ങൾ ഡിസർവ് ചെയ്യുന്ന ആ ഒരു ന്യായം സമയം നിങ്ങൾക്ക് ഫേവർ ആകുമ്പോൾ ലഭിക്കാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളിൽ ചില ആൾക്കാർ പാസ്റ്റിൽ ആണിപ്പോഴും ജീവിക്കുന്നത്. പാസ്റ്റ് റിലീസാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഈ ഒരു പാസ്റ്റ് റിലീസാക്കി കളയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഫിഷിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫിഷ് നിങ്ങൾക്ക് ഉള്ളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം ഈ ദിവസങ്ങളിൽ. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം വരാൻ പോവുകയാണ്. അതിൻ്റെ ആ ഒരു ഭാവം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങുക, എൻ്റെ ലൈഫിൽ സന്തോഷം വരാൻ പോവുകയാണ്, അങ്ങനൊരു ഭാവം നിങ്ങളുടെ ഉള്ളിൽ തോന്നും നിങ്ങൾക്ക്. ഫിഷിൻ്റെ ആ ഒരു സൈൻ എന്ന് പറയുന്നത് ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു സൈനാണ്. കുറേ ഫിഷ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ദിവസം കാണാൻ സാധിക്കും. ഇവിടെ വാട്ടറിൻ്റെ ആ ഒരു എനർജിയിൽ ഫിഷിനെ കാണാൻ സാധിക്കുക, അത് വളരെ നല്ലൊരു സൈനാണ്. പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഫിഷുകൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റുമെങ്കിൽ പൊരിയൊക്കെ വാങ്ങിച്ച് കൊടുക്കാൻ പറ്റും ചില അമ്പലക്കുളങ്ങളിൽ, അങ്ങനെ നിങ്ങൾ ചെയ്യുക.
ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇമോഷൻസ് ഫുൾഫിൽ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇത്രമാത്രം ഫുൾഫിൽ ആകും, നിങ്ങൾ ലൈഫിൽ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ ഫുൾഫിൽ ആവുന്നതാണ്. ഇവിടെ ചില ആൾക്കാരുടെ മനസ്സിൽ ഗീവ് അപ്പ് ചെയ്യാമെന്നുള്ള ഭാവമാണ്. അതായത് വയ്യ, എത്ര ശ്രമിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല വിജയിക്കാൻ, എൻ്റെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകുന്നു, ഇനി ഞാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഗിവ് അപ്പ് ആയ ഭാവമാണ്. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഗിവ് അപ്പ് ചെയ്തത്, സ്വയം തന്നെ സന്തോഷം നിങ്ങളെ തേടി വരുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളോട് ഞാൻ ധൈര്യമായിട്ടിരിക്കൂ, പേഷ്യൻസ് ആയിട്ടിരിക്കൂ എന്ന് പറയത്തില്ല. അതിൻ്റെ ആവശ്യകതയില്ല. നിങ്ങളുടെ ആ ഒരു സന്തോഷം വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്താൻ പോകുകയാണ്. ഇവിടെ നിങ്ങൾക്ക് സാഹസികതയായിട്ടുള്ള ആ ഒരു ഭാവം വന്നു. അതായത് എൻ്റെ ഈ സിറ്റുവേഷൻസിനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള ഭാവം വന്നിട്ടുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് എൻ്റെ ലൈഫിലെല്ലാം എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഭാവം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ വിജയിക്കാൻ പോകുകയാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഇവിടെ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ആ ഒരു പേജ് ചേഞ്ചാണ്, അടുത്ത പേജിലേക്ക് നിങ്ങൾ കടക്കാൻ പോവുകയാണ്. ഇവിടെ കുട്ടിക്കാലം തൊട്ട് ഇവിടം വരെ എന്തൊക്കെ ദുഃഖങ്ങളാണോ നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു, ഇനി നിങ്ങളുടെ അടുത്ത ഊഴം എന്ന് പറയുന്നത് സുഖത്തിൻ്റെ ഊഴമാണ്. ഇവിടെ നിങ്ങളൊരു ഫിനിക്സ് പക്ഷിയാണ്. അതായത് ഫിനിക്സ് പക്ഷിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ, എത്രമാത്രം വിഷമത്തിൽ കൂടെയാണ് ആ പക്ഷി കടന്നു പോയിട്ട് പിന്നെ അത് പറന്ന് ഉയരത്തിൽ പോകുന്നത്. അതേപോലെയാണ് ഞാൻ നിങ്ങളെ കസ്തൂരി മൃഗമെന്നും യോദ്ധാവെന്നും അല്ലെങ്കിൽ ലയൺ എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ അത്രമാത്രം കഠിനാധ്വാനത്തിലൂടെ കടന്നു വന്ന, അത്രമാത്രം വിഷമം സഹിച്ചവരാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫിനിക്സ് പക്ഷിയാണ്. ഇനി നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കാൻ പോകുകയാണ്. അത്രമാത്രം വിഷമം നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞു. ഇവിടെ ലൈഫ് വിനാശമായിട്ടുള്ള ഒരു തലത്തിലേക്ക് കൊണ്ടുപോയി പിന്നെ ആ വിനാശത്തിൽ നിന്ന് ഒരു നിർമ്മാണം ഉണ്ടാക്കണം എന്നുള്ള തലത്തിലേക്കും നിങ്ങളെ കൊണ്ടുപോയി. അതായത് ആദ്യം വിനാശമായിട്ടുള്ള ഒരു സ്ഥലം, എല്ലാം നശിച്ച ഒരു സമയം, ആ സമയത്തുനിന്ന് നിങ്ങൾ പൂജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതാണ് നിങ്ങളുടെ ലൈഫ്. നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ട്രാൻസ്ഫർമേഷനാണ്. അതായത് വളരെ വേദനാജനകമായിട്ടുള്ള ട്രാൻസ്ഫർമേഷനാണ്. ഇനി അങ്ങോട്ട് വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷനാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ ഓരോരുത്തരും സ്പിരിച്വലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ദൈവത്തിൻ്റെ ആ ഒരു എനർജി എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ ഉണ്ടാകും. ഇവിടെ ഒത്തിരി വിഷമങ്ങൾ നിങ്ങൾ സഹിച്ചു, ഇനി നിങ്ങൾക്ക് സന്തോഷമാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.